കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് IPC 498A ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വിധിയെ കുറിച്ചിട്ടാണ്. വിധി എന്താണെന്നുള്ളത് ആദ്യം വായിക്കാം, അതിനുശേഷം അത് എക്സ്പ്ലെയിൻ ചെയ്യാം. Vague and omnibus allegations in an FIR without specific instances of harassment or cruelty are not sufficient to constitute an offence under section 498A എന്നാണ് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ടുള്ളത്. ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ കാരണം കൊണ്ട് അകന്ന് താമസിക്കുന്നു. ഭർത്താവിന് ഡിവോഴ്സ് സൈൻ ചെയ്യിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രഷർ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, ചില ആളുകൾ ഫേക്കായിട്ടുള്ള 498 പ്രകാരമുള്ള കേസുകൾ ഫയൽ ചെയ്യുന്നു. പക്ഷേ അങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്യുമ്പോൾ ഒരു 90% ആൾക്കാർ, നിയമം അറിയാത്ത ആൾക്കാർ മുഴുവനും കോംപ്രമൈസിന് തയ്യാറാവുകയും കൂടാതെ വലിയൊരു സംഖ്യ നഷ്ടപരിഹാരമായിട്ട് ഭാര്യയ്ക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യവും കണ്ടുവരുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ കോടതി പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഭാര്യ കൊടുക്കുന്ന പരാതിയുടെ പുറത്ത് ഒരു FIR വരുമ്പോൾ ആ FIRൽ കൃത്യമായി എന്തെല്ലാം തരത്തിലുള്ള ഹറാസ്മെൻ്റാണ് ഭർത്താവിൻ്റെ വീട്ടുകാരും ചെയ്തിട്ടുള്ളത്, വർഷം, മാസം, ആഴ്ച, തീയതി, പകലാണോ രാത്രിയാണോ നടന്നിട്ടുള്ളത്, ആര് മൂലമാണ് നടന്നിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമായി എന്ത് ചെയ്യണം, രേഖപ്പെടുത്തണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എന്തെല്ലാം തരത്തിലുള്ള ക്രൂരതകൾ കാണിച്ചിട്ടുണ്ട്, സ്വർണം എടുത്തിട്ടുണ്ടെങ്കിൽ സ്വർണം എടുത്തതിൻ്റെ വ്യക്തമായ എവിഡൻസുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ക്ലിയർ കട്ടായിട്ട് എഴുതണം എന്നാണ് കോടതി പറയുന്നത്. അങ്ങനെ എഴുതാതെ വരുന്ന ഒരു FIR ആണ് എന്നുണ്ടെങ്കിൽ ആ FIRൽ ഒരിക്കലും എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, FIRനെ ബേസ് ചെയ്തുകൊണ്ട് അതിൽ സെക്ഷൻ 498 പ്രകാരം നമുക്ക് ആപ്ലിക്കബിൾ അല്ല എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ കട്ടായില്ല. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും എഴുതാത്ത ഒരു FIR ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഹൈക്കോടതിയിൽ കൊണ്ടുപോയി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, സെക്ഷൻ 482 പ്രകാരം എന്ത് ചെയ്യാൻ പറ്റും, ക്വാഷ് ചെയ്യുവാനായിട്ടും സാധിക്കും എന്നൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. എന്ന് മാത്രമല്ല, നിങ്ങൾക്കെതിരെ വ്യാജ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാജ പരാതി കൊടുത്തവർക്ക് എതിരെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു കോമ്പൻസേഷൻ ആവശ്യപ്പെട്ട് കേസ് ഫയൽ ചെയ്യുവാനും പറ്റും എന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. ക്ലിയർ? സോ ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.